ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കപ്പപ്പുഴുക്കാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇത് കഞ്ഞിയുടെ കൂടെയും പിന്നെ വെറുതെ കഴിക്കാനും പിന്നെ കറിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് മീൻകറിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പപ്പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കപ്പപ്പുഴുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡൊക്കെ ഈ ഒരു കപ്പയ്ക്ക് പറയുക കൊള്ളി എന്നാണ് കേട്ടോ. കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെയാണ് പറയുക. പല സ്ഥലത്തും ഓരോരോ പേരുകളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു കപ്പ ഞാനിവിടെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വേവിക്കാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു കപ്പ ഒന്ന് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പപ്പുഴുക്ക് കാണാൻ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള ഒരു അരപ്പ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ മിക്സി ജാറിൽ അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടി നിർബന്ധമല്ലാന്ന്. മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് നമുക്ക് ഈ ഒരു കപ്പപ്പുഴുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ആ ഒരു കപ്പപ്പുഴുക്ക് ഒരു വെള്ള കളറിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണിനൊക്കെയും കുറച്ച് കൂടുതൽ, 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് വേണ്ട. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. നമ്മൾ ആ ഒരു കപ്പ വേവിക്കണ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 5 ചോള ചെറിയുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയുടെ അല്ലി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കില്ല, അതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കപ്പൊക്കെ നല്ലോണം തന്നെ തിളച്ചിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ. നല്ലോണം അങ്ങനെ വെന്ത് ഉടഞ്ഞ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ കപ്പ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുള്ള കപ്പയിൽ വേണം ഈ ഒരു കപ്പ പുഴുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതേ മിക്സി ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. തൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൂടെ വെക്കണം. ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തന്നെ ഈ ഒരു പച്ച വെളിച്ചെണ്ണ ആ ഒരു ഫ്ലേവറും കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നമ്മൾ തേങ്ങ ഒക്കെ ഒതുക്കി എടുത്തിട്ടില്ല, ആ ഒരു സമയത്ത് ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വിട്ടുപോയതാണ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും, ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മീൻകറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കറി കൂട്ടാണ്ട് വെറുതെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കഞ്ഞിയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു പുഴുക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്